നമുക്ക് ഗ്രേസ് ടീം വചന പഠന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഏതാനും വചനങ്ങൾ പഠിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വെളിപാട് 3:8 ഇതാ നിന്റെ മുമ്പിൽ ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. വെളിപാട് 3:8. വെളിപാട് 3:8 ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. വേണ്ട, അത് ഒന്നുകൂടി. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. വെളിപാട് 3:8. വെളിപാട് 3:8 ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. അടുത്ത വചനം പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അടുത്ത തിരുവചനം പുറപ്പാട് 34:10 ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. പുറപ്പാട് 34:10. ഹല്ലേലൂയ. അടുത്ത തിരുവചനം ഹബക്കൂക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവേൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹബക്കൂക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവേൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അടുത്ത വചനം സങ്കീർത്തനങ്ങൾ 77:14 അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. സങ്കീർത്തനങ്ങൾ 77:14 അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. അടുത്ത വചനം അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. സങ്കീർത്തനങ്ങൾ 77:14. പ്രഭാഷകൻ 2:5 സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രഭാഷകൻ 2:5 സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രഭാഷകൻ 2:5. അടുത്ത തിരുവചനം സങ്കീർത്തനങ്ങൾ 119:71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. സങ്കീർത്തനങ്ങൾ 119:71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. യേശയ്യാ 48:10 ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. യേശയ്യാ 48:10 ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അടുത്ത തിരുവചനം യാക്കോബ് 1:12 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. യാക്കോബ് 1:12.
റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അടുത്ത തിരുവചനം പ്രഭാഷകൻ 4:14 അവളെ സ്നേഹിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. പ്രഭാഷകൻ 4:14 അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി പഠിക്കാം. പ്രഭാഷകൻ 4:14 അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അടുത്ത തിരുവചനം തോബിത്ത് 4:4 മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. തോബിത്ത് 4:4 മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. അടുത്ത തിരുവചനം നിയമാവർത്തനം 6:4 ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിയമാവർത്തനം 6:4 നിയമാവർത്തനം 6:4 ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അടുത്ത തിരുവചനം 1 സാമുവേൽ 2:2 കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. 1 സാമുവേൽ 2:2 കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഓക്കെ, ഇനി 2 മക്കബയാർ 3:39 സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും, അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ചു നശിപ്പിക്കുന്നു. 2 മക്കബയാർ 3:39 സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിനു സഹായം എത്തിക്കുന്നതും, അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ചു നശിപ്പിക്കുന്നു. 2 മക്കബയാർ 3:39 സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിനു സഹായം എത്തിക്കുന്നതും, അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ചു നശിപ്പിക്കുന്നു. അടുത്ത തിരുവചനം എസ്തേർ 9:4 അങ്ങ് സകലത്തിന്റെയും കർത്താവാണ്, കർത്താവായ അങ്ങയെ എതിർക്കാൻ ആർക്കുമാവില്ല. അങ്ങ് സകലത്തിന്റെയും കർത്താവാണ്, കർത്താവായ അങ്ങയെ എതിർക്കാൻ ആർക്കുമാവില്ല. 2 മക്കബയാർ 3:39 സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും, അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ചു നശിപ്പിക്കുന്നു. അടുത്ത വചനം വിലാപങ്ങൾ 3:26 കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. വിലാപങ്ങൾ 3:26 കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. അടുത്ത തിരുവചനം
എസെക്കിയേൽ 34:11 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു കണ്ടുപിടിക്കും. എസെക്കിയേൽ 34:11. അടുത്ത വചനം ദാനിയേൽ 12:12 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദാനിയേൽ 12:12. എസെക്കിയേൽ 34:11 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു കണ്ടുപിടിക്കും. ജോയേൽ 2:21 ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ജോയേൽ 2:21 ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആമോസ് 5:24 നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാലു പോലെയും. ആമോസ് 5:24 നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാലു പോലെയും. ഒബാദ്യ 1:15 നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവർത്തികൾ നിന്റെ തന്നെ തലയിൽ നിബദിക്കും. ഒബാദ്യ 1:15 നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവർത്തികൾ നിന്റെ തന്നെ തലയിൽ നിബദിക്കും. ഒബാദ്യ 1:15. അടുത്ത തിരുവചനം മിക്ക 6:8 നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. മിക്ക 6:8 നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. നീതി പ്രവർത്തിക്കുക, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. മിക്ക 6:8 തിരുവചനം. അടുത്ത തിരുവചനം നാഹും 1:3 കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. നാഹും 1:3 കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. നാഹും 1:3 കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ വായിക്കുന്ന കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിയെ കൃപ തരണമേ. ഇനി ഹഗ്ഗായി 1:7 ഹഗ്ഗായി 1:7 സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവേൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവേൻ. ഹഗ്ഗായി 1:7. പരിശുദ്ധമറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ ഹഗ്ഗായി 2:2 ഞാൻ അതിന് സക്കറിയ 2:2 ഒന്ന് വായിക്കാനും മേലല്ല ഉള്ള തീരെ ചെറിയ അക്ഷരമല്ലോ. സക്കറിയ 2:2 എന്നടാ, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. സക്കറിയ 2:5 2:3 അടുത്ത വചനം പഠിക്കാം. മർക്കോസ് 11:24 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യാം. ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക് മർക്കോസ് 11:24 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അടുത്ത തിരുവചനം മത്തായി 11:6 എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ.
ഇടറാതിരിക്കും. മത്തായി 11:6 എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഒന്നോടി എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. മത്തായി 11:6. അടുത്ത വചനം യോന 1:9. കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. യോന 1:9. കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. യോന 1:9. കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹോസിയ 12:5. ഉപകാര സഹായം തേടി നിന്റെ മാസപേക്ഷിച്ച ഒരുവനെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേതയുള്ള മാതാവേ, വിശ്വാസം ധൈര്യപ്പെട്ടു നിന്റെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഹോസിയ 12:5. ഹോസിയ 12:5. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഹോസിയ 12:5. അടുത്ത തിരുവചനം ബാറൂക്ക് 3:35. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. ബാറൂക്ക് 3:35. ബാറൂക്ക് 3:35. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. അടുത്ത തിരുവചനം പ്രഭാഷകൻ 20:25. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. പ്രഭാഷകൻ 20:25. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. വിസ്തുവിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് വചനം കേട്ട് പഠിക്കാം കേട്ടോ.